കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ പ്രാണനെ മണ്ണത്തു നിന്ന് വിടുവിച്ച ദൈവം, നമ്മുടെ കാലുകളെ ഇടർച്ചയിൽ നിന്ന് വിടുവിച്ച ദൈവം, നമ്മുടെ കണ്ണിനെ കണ്ണുനീർന്ന് വിടുവിച്ചവനായ ദൈവം, ആ ദൈവത്തിൻ്റെ കരുതലുകളും പരിപാലനങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്തു വന്ന് അനുഗ്രഹിക്കുന്ന ദൈവം, അടുത്തു വന്ന് നമ്മളെ വിടുവിക്കുന്ന ദൈവം. അതെ, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 57-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ പ്രവാചകനായ ഇരമ്യാവ് പറയുകയാണ്, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഭയത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ആവലാതികളുടെയും നടുവിലൂടെയാണ് ഈ പ്രവാചകന്റെ സഞ്ചാരം. ഈ പ്രവാചകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കരച്ചിലിന്റെ പ്രവാചകൻ എന്നാണ്. യെരുശലേമിന്റെ നാശത്തെ കണ്ടുകൊണ്ട് കരയുകയും യെരുശലേമിന്റെ നാശം സംഭവിപ്പാൻ പോകുന്നുവെന്ന് രാജാവിനോടും ജനങ്ങളോടും പുരോഹിതന്മാരോടും പ്രഭുക്കന്മാരോടും വിളിച്ചു പറഞ്ഞതിന്റെ ഫലമായി തടങ്കലിൽ അടയ്ക്കപ്പെട്ടു. ഞെരുക്കത്തിന്റെ അപ്പവും വെള്ളവും കുടിച്ചു. പലപ്പോഴും അടിക്കപ്പെട്ടു, കുഴിയിൽ ആക്കപ്പെട്ടു. എന്നാൽ ഈ സാഹചര്യങ്ങളെല്ലാം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം തൻ്റെ ഭക്തന്റെ അടുത്ത് ചെന്ന് തന്നെ ധൈര്യപ്പെടുത്തി അവനെ ശുശ്രൂഷയ്ക്കായി വീണ്ടും ബലപ്പെടുത്തിയെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതെന്നെ കേൾക്കുന്ന ആ ദൈവത്തിൻ്റെ മക്കളെ, തൻ്റെ ഭക്തന്മാരോട് കൂടെ നടക്കുന്ന ദൈവം, ദൃഷ്ടി വെച്ചാലോചന പറഞ്ഞു കൊടുക്കുന്ന ദൈവം, അവരെ കൈവിടാത്തവനായ ദൈവം, ആ ദൈവം എത്ര നല്ല ദൈവം! അവൻ അടുത്തു വന്ന് നമ്മളെ സഹായിപ്പാൻ കഴിവുള്ളവനാണ്. 50-ാം സങ്കീർത്തനത്തിന്റെ 15-ാം വാക്യത്തിൽ ഒരു വാഗ്ദത്ത വചനം കിടക്കുന്നു. അത് ദൈവം തന്നെ പറഞ്ഞതാണ്. സർവശക്തനായ ദൈവം പറയുകയാണ്, എന്നെ നീ വിളിച്ചപേക്ഷിക്കുക, എന്നെ നീ വിളിച്ചപേക്ഷിക്കുക, കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ വിടുവിക്കും. പോഷ്കു പറയാത്ത ദൈവം. അതെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രതിസന്ധികൾ എന്താണ്? രോഗമോ, ദുഃഖമോ, കഷ്ടമോ, സങ്കടങ്ങളോ എന്തൊക്കെയാണ് ജീവിതത്തിൽ? ഇതിന് നടുവിൽ നീ വിളിച്ചാൽ അടുത്ത് വരുന്നൊരു ദൈവമുണ്ട്, അകന്നു പോകുന്ന ദൈവമല്ല. അതെ, കഷ്ടങ്ങൾ വരുമ്പോൾ അനേകര് മാറിപ്പോകും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ യേശു മാറുന്നവനല്ല, അവൻ അടുത്ത് വന്ന് നമ്മളെ സഹായിപ്പാൻ കഴിവുള്ള കർത്താവാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അവൻ അടുത്ത് വരുന്നവനാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഒരു മനുഷ്യൻ 38 വർഷമായി കിടക്കുകയാണ്. താൻ കിടക്കുമ്പോൾ തൻ്റെ ചുറ്റുപാടുകളിൽ കിടക്കുന്നവരെ സഹായിപ്പാനും അവരുടെ കരം പിടിക്കുവാനും അവരെ ആ കുളത്തിൽ ഇറക്കുവാനും അനേകരുണ്ട്. ഈ മനുഷ്യൻ 38 വർഷക്കാലം നോക്കിക്കിടക്കുകയാണ്, എന്നെ സഹായിപ്പാൻ ആരെങ്കിലും വരുമോ? എന്റെ കൈക്ക് പിടിക്കുവാൻ ആരെങ്കിലും അടുത്ത് വരുമോ? 38 വർഷം കിടന്നിട്ടും തൻ്റെ അടുക്കൽ ആരും വന്നില്ല, തൻ്റെ കരത്തിന് പിടിക്കുവാനും ആരും വന്നില്ല, തന്നെ സഹായിപ്പാനും ആരും വന്നില്ല. എന്നാൽ യേശു ഒരു ദിവസം അവൻ്റെ അടുക്കൽ ചെന്നു. യേശു ഒരു ദിവസം അവൻ്റെ അടുക്കൽ ചെന്നു. ഇന്നൊരു പക്ഷെങ്കിൽ നീ വിചാരിക്കും, എന്നെ സഹായിപ്പാൻ ആരെങ്കിലും ഉണ്ടോ? എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ, എൻ്റെ കരത്തിന് പിടിക്കുവാൻ ആരുമില്ലല്ലോ, എന്നോട് സംസാരിപ്പാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നീ നിരാശപ്പെടുന്നുവെങ്കിൽ, അതെ, അവൻ അടുത്തു വരുന്ന കർത്താവാണ്, നിന്റെ അടുക്കലേക്ക് വരുന്ന കർത്താവാണ്. ഇതാ യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കാം. ഇത്ര നല്ല യേശു! യേശു ഇന്ന് പൽക്കാലം സഹായമറ്റവരോട്
സഹായം അന്വേഷിക്കുന്നവരോട്, സൗഖ്യം വേണ്ടിയവരോട് യേശു പറയുന്നു, മകനെ, മകളെ, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഞാൻ നിന്നെ വിടുവിക്കാം, ഞാൻ നിന്നെ ഉയർത്താം. യേശു പറയുകയാണ്. അവൻ വാക്കുമാറുന്നവനല്ല. സ്നേഹിതൻ മാറിടും, മാതാപിതാക്കൾ മറന്നിടും, ഉറ്റോരും ഉടയവരൊക്കെ മാറിപ്പോകും. എങ്കിലും മാറാത്ത സ്നേഹിതൻ, മാറോടണയ്ക്കുന്ന സ്നേഹിതൻ, ചേർത്ത് പിടിക്കുന്ന യേശു കർത്താവുണ്ട്. അവന്റെ അടുക്കലേക്ക് ചെല്ലുക, അവനെ വിളിച്ചപേക്ഷിക്കുക. പ്രവൃത്തി പുസ്തകം 27-ാം അധ്യായം നാം പഠിക്കുമ്പോൾ പൗലോസും കൂട്ടരും അവർ റോമിലേക്കുള്ള യാത്രയാണ്. പക്ഷെങ്കിൽ ആ യാത്രയിൽ ഇടയ്ക്ക് വെച്ച് കടൽക്ഷോഭമുണ്ടായതായി കാണുവാൻ കഴിയുന്നുണ്ട്. ഈശാന മൂന്ന് കൊടുങ്കാറ്റടിച്ചു. രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോയി. ഏതാണ്ട് 10-14 ദിവസത്തോളം സൂര്യനെയോ ചന്ദ്രനെയോ കാണുന്നില്ല. ആശയറ്റ സാഹചര്യങ്ങളിൽ പൗലോസ് ധൈര്യപ്പെടുന്നു. എന്താ പൗലോസ് പറയുന്നറിയാമോ? എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രി എന്റെ അടുക്കൽ വന്ന്, പൗലോസേ ഭയപ്പെടരുത്. തന്റെ ദാസന്മാർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന കർത്താവ്, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് കർത്താവ്. പ്രതിസന്ധികളുടെ സമുദ്രം നിന്നെ വിഴുങ്ങുവാൻ സമ്മതിക്കയില്ല. കാറ്റുകളും ഓളങ്ങളും നിന്നെ തകർക്കുവാൻ സാധ്യമല്ല. ആശയറ്റ സാഹചര്യത്തിൽ ഇതാ ദൈവത്തിന്റെ ദൂതൻ അവന്റെ അടുക്കൽ വന്നിരിക്കുന്നു. എവിടെ? സമുദ്രത്തിൽ. അതെ പ്രിയമുള്ളവരെ, അവൻ അടുത്തു വരുന്നവനാണ്, വിടിവിക്കുന്നവനാണ്, ധൈര്യപ്പെടുത്തുന്നവനാണ്, തീയിൽ ഇറങ്ങി വരുന്നവനാണ്, സിംഹത്തിന്റെ ഗുഹയിൽ ഇറങ്ങി വരുന്നവനാണ്. ഏത് ജീവിത മേഖലകളിലും ഇറങ്ങി വന്ന് വിടുവിപ്പാൻ കഴിവുള്ളവനാണ്. അതെ, അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ. അടുക്കൽ വരുന്നവൻ. അനേകരകന്നു പോകുമ്പോൾ യേശു അടുത്തു വരുന്നവനാണ്. ഈ ദിവസങ്ങളിൽ അവനിൽ ആശ്രയിക്കാം. അവൻ അകന്നു മാറുന്നവനല്ല. അടുത്തു വന്ന് ധൈര്യപ്പെടുത്തുന്നവൻ, അടുത്തു വന്ന് സൗഖ്യമാക്കുന്നവൻ, അടുത്തു വന്ന് കരത്തിനെ പിടിക്കുന്നവൻ, അടുത്തു വന്ന് ഉയർത്തുന്നവൻ. അവന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. ഈ ദിവസങ്ങൾ ഇവർ കടന്നു പോകുന്ന അവസ്ഥകളിൽ അവിടെ ചാരെ അണഞ്ഞ് അവിടെ കരം പിടിച്ച് അവരെ സൗഖ്യമാക്കി ഉയർത്തി രക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൽ നിന്റെ ദാസൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോട് കർത്തൃ സൂക്ഷയിൽ പാസ്റ്റർ കെ സാമുവേൽ.